الحمد لله الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله الكريم المنان وبه الاستعانة وعليه التكلان ولا حول ولا قوة إلا بالله العلي العظيم. അതിനായ റബ്ബ് സുബ്ഹാനഹു വതആല വിശുദ്ധമായ റമളാനിലെ നമ്മുടെ എല്ലാ ആരാധനാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധമായ റമളാനിൽ നമ്മൾ അനുഷ്ഠിച്ച നോമ്പും നമസ്കരിച്ച തറാവീഹും മറ്റ് ജമാഅത്ത് നമസ്കാരങ്ങളും യഥാർത്ഥ നമസ്കാരങ്ങളായി അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ് പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധമായ റമളാൻ. ആ റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ ശ്രേഷ്ഠമായ ആരാധനാ കർമ്മമാകുന്ന നോമ്പ് അനുഷ്ഠിക്കാൻ നമ്മോട് കൽപ്പിച്ചു. ആദ്യകാല പ്രവാചകനും ആദിമ മനുഷ്യനുമായ അബുൽ ബശർ ആദം അലൈഹിസ്സലാം മുതൽ തുടങ്ങിയ ഈ മഹത്തായ കർമ്മം ഇന്നും ലോകത്ത് മുഅ്മിനീങ്ങൾ നിലനിർത്തിപ്പോരുകയാണ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പിനെ കുറിച്ച് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമുദായങ്ങൾക്കും പ്രവാചകന്മാർക്കും നിർബന്ധമാക്കപ്പെട്ടതുപോലെ അവരോടൊക്കെയും നോമ്പ് അനുഷ്ഠിക്കാൻ കൽപ്പിച്ചതുപോലെ നിങ്ങൾക്കും നോമ്പ് അനുഷ്ഠിക്കണം എന്ന് നാം നിർബന്ധമാക്കിയിരിക്കുകയാണ്. ലഅല്ലക്കും തത്തഖൂൻ, അതിലൂടെ നിങ്ങൾ തഖ്വയുള്ളവരായി തീരുന്നതിന് വേണ്ടിയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പരിവർത്തനങ്ങൾക്ക് സാധ്യമാകുന്ന മഹത്തായൊരു സാഹചര്യമാണ് പരിശുദ്ധമായ റമളാൻ. മഹാനായ ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൗതികമായ ലോകത്തേക്ക് കടന്നു വന്നപ്പോൾ സ്വർഗീയമായ ശാദ്വല തീരങ്ങളിൽ ജീവിച്ച മഹാനായ ആദം നബി അലൈഹിസ്സലാം അവിടുന്ന് ഭൂമി ലോകത്തേക്ക് കടന്നു വന്നിട്ട് സൂര്യന്റെ ചൂടേറിയ കിരണങ്ങളേറ്റുകൊണ്ട് ശരീരമാസകലമങ്ങ് കറുത്ത് കരുവാളിച്ചു പോയ സന്ദർഭത്തിൽ ആദം നബി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, തമ്പുരാനേ, എനിക്ക് നീ എന്റെ ശരീരമാസകലം വികൃതമായി പോയി, എന്റെ ശരീരമാസകലം കറുത്ത് കരുവാളിച്ചു പോയി, അതുകൊണ്ട് ഇതിൽ നിന്നൊരു മോചനം കിട്ടാൻ ഒരു പരിഹാര മാർഗം എനിക്ക് നീ പറഞ്ഞു തരുമോ തമ്പുരാനേ? ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു കൽപ്പിച്ചു, ഓ ആദം നബിയേ, അങ്ങേ
അയ്യാമുൽ ബീള് എന്നറിയപ്പെടുന്ന 3 വെളുത്ത വാവ് ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുക. നിങ്ങളുടെ ശരീരമങ്ങ് പഴയ അവസ്ഥയിലേക്ക് മടങ്ങുന്നതാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാം അവിടുന്ന് അങ്ങനെ 3 ദിവസവും നോമ്പനുഷ്ഠിച്ചു. അതുകൊണ്ട് തന്നെയാണ് ആകാശലോകത്ത് പ്രഭയുള്ള പ്രോജ്വലമായ പ്രഭ നൽകുന്ന ചന്ദ്രൻ പൂർണ്ണാകൃതിയിലെത്തുന്ന പൗർണമി ദിവസമാകുന്ന 13, 14, 15 ദിവസങ്ങൾ അയ്യാമുൽ ബീള് വെളുത്ത വാവ് ദിവസങ്ങൾ എന്നതിന് പേര് വയ്ക്കാൻ തന്നെ കാരണം മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്ത് സംഭവിച്ചു പോയ ആ നിറവ്യത്യാസം മാറ്റിയിട്ട് നല്ല മനോഹരമായ അവസ്ഥയിലേക്ക് മടക്കിക്കൊണ്ടുവന്ന നോമ്പുകളാണ് ഈ നോമ്പുകൾ. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ജനങ്ങളോട്, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരോട് കൽപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങളോടും കൽപ്പിച്ചിരിക്കുകയാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാനാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് ശരീരത്തിന്റെ നിറത്തിന് മാറ്റം വരുത്തിയതുപോലെ പരിശുദ്ധമായ റമളാനിലൂടെ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുമ്പോൾ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളും തഖ്വയുള്ളവരായി തീരുമ്പോൾ നിങ്ങളുടെ കറ പിടിച്ച് കറുത്ത് കരിവാളിച്ചിരിക്കുന്ന മനസ്സുകൾ, ഖൽബുകൾ അല്ലാഹു വെളുപ്പിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ തഖ്വയുള്ളവരായാൽ അല്ലാഹു പറയുന്നത് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, അവൻ ഇഷ്ടപ്പെടുന്നത്, അവൻ സ്നേഹിക്കുന്നത് തഖ്വയുള്ള മുഅ്മിനീങ്ങളെയാണെന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, പരിശുദ്ധമായ റമളാൻ നമുക്കൊരു പരിവർത്തനം നൽകുന്ന റമളാനാകണം. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കുകയും നോമ്പുകളിലൂടെ നമ്മുടെ ജീവിതത്തിന് നല്ലൊരു മാറ്റം വരുത്തി ഖൽബ് നന്നാക്കി തഖ്വയുള്ളവരായി തീരുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, യഥാർത്ഥ നോമ്പുകാരിൽ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു നമ്മിൽ നിന്നും അത് പരിപൂർണമായും സ്വീകരിച്ച് ഇരുലോകത്തും ഉപകാരമുള്ള സൽക്കർമ്മമായി അല്ലാഹു കബൂലാക്കുമാറാകട്ടെ.